ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവംബർ മാസത്തിലെ കുറച്ച് കറണ്ട് അഫെയർസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് അഹമ്മദാബാദാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 2010 ഇന്ത്യ തന്നെയായിരുന്നു വേദി. ഇന്ത്യ ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായത് 2010 ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. അതുപോലെ തന്നെ 2026 വേദിയും കൂടെ ഓർത്തിരിക്കുക. 2026 വേദി ഗ്ലാസ്ഗോ ആണ്. 2026 വേദി കൂടെ ഓർത്തു വയ്ക്കുക, സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ. അടുത്തത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനാകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് കെ ജയകുമാർ ആണ്. കെ ജയകുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, പാരാ ആർച്ചറി വിഭാഗത്തിൽ നിന്നും രാജ്യാന്തര മത്സരത്തിനുള്ള ദേശീയ ടീമിൽ ഇടം നേടുന്ന ആദ്യത്തെ ആൾ ശീതൾ ദേവിയാണ്. പാരാ ആർച്ചറി വിഭാഗത്തിൽ നിന്നും രാജ്യാന്തര മത്സരത്തിനുള്ള ദേശീയ ടീമിൽ ഇടം നേടുന്ന ആദ്യത്തെ ആൾ ശീതൾ ദേവി. അടുത്ത ക്വസ്റ്റ്യൻ, മിസ് യൂണിവേഴ്സ് 2025 മിസ് യൂണിവേഴ്സ് ഫാത്തിമ ബോഷ്. മെക്സിക്കോ ആണ് ഇവരുടെ സ്വദേശം. ഫാത്തിമ ബോഷ് തായ്ലൻഡിൽ നടന്ന മിസ് യൂണിവേഴ്സ് 2025 മത്സരത്തിൽ ജേതാവായത് ഫാത്തിമ ബോഷ്, മെക്സിക്കോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡിന് അർഹനായത്. കേരളത്തിലെ മികച്ച കായിക താരത്തിന് നൽകുന്ന അവാർഡാണ് ജിമ്മി ജോർജ് അവാർഡ്. വോളിബോൾ താരമായ ജിമ്മി ജോർജിന്റെ സ്മരണാർത്ഥം നൽകുന്ന അവാർഡാണ്. എൽദോസ് പോളിനാണ് ലഭിച്ചത്. ഇദ്ദേഹം ട്രിപ്പിൾ ജംപ് താരമാണ്. 1 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. അതുപോലെ തന്നെ അർജുന അവാർഡും എൽദോസ് പോളിന് ലഭിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡിന് അർഹനായത് എൽദോസ് പോൾ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു. നമുക്ക് നോക്കാം. മികച്ച നടൻ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന ചിത്രത്തിൽ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനാണ് മമ്മൂട്ടി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ 7ാമത്തെ സംസ്ഥാന പുരസ്കാരമാണ്. അതുപോലെ തന്നെ മികച്ച നടി ഷംല ഹംസയ്ക്ക് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്കാണ് അവാർഡ് കിട്ടിയത്. അതുപോലെ തന്നെ മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച സംവിധായകൻ ചിദംബരം തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ ഡയറക്ടർ. അപ്പോൾ മികച്ച ചിത്രം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച സംവിധായകൻ ചിദംബരം. അദ്ദേഹത്തിന്റെ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ തന്നെ മികച്ച തിരക്കഥാകൃത്തും ചിദംബരം തന്നെയാണ്. മികച്ച സ്വഭാവ നടി ലിജോ മോളാണ്. മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് 2 പേര് പങ്കിട്ടു. അതിലൊരാൾ സൗബിനും സിദ്ധാർത്ഥ് പരതനുമാണ് അവാർഡ് ലഭിച്ചത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച നടൻ മമ്മൂട്ടി, ഭ്രമയുഗം. മികച്ച നടി ഷംല ഹംസ, ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. അതുപോലെ തന്നെ മികച്ച 2ാമത്തെ ചിത്രം ചോദിച്ചാൽ ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായകൻ ചിദംബരം. അടുത്ത ക്വസ്റ്റ്യൻ, DNA-യുടെ ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഈയിടെ ഇദ്ദേഹം അന്തരിച്ചു. ജെയിംസ് വാട്സൺ ആണ് DNA-യുടെ ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടെത്തിയത്. ഈയിടയ്ക്ക് നവംബർ മാസത്തിൽ ഇദ്ദേഹം അന്തരിച്ചു. ഇദ്ദേഹം 1953 ഈ ഒരു മോഡൽ കണ്ടുപിടിച്ചത്. ഫ്രാൻസിസ് കിക്കും ജെയിംസ് വാട്സണും കൂടെ ചേർന്നിട്ടാണ് 1953 DNA-യുടെ ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടുപിടിച്ചത്. 1962 ഇദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസും ലഭിച്ചു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. DNA-യുടെ ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടുപിടിച്ചത് 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് കിക്കും കൂടെയാണ്. ജെയിംസ് വാട്സൺ ഈയിടയ്ക്ക് അന്തരിച്ചു.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം. ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-03 GSAT-7R. ഇത് വിക്ഷേപിച്ചത് 2025 നവംബർ 2-നാണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-03. 2025 നവംബർ 2-നാണ് ഇത് വിക്ഷേപിക്കുന്നത്. 4400 കിലോഗ്രാമാണ് വെയിറ്റ്. അതുപോലെ തന്നെ LVM-3 ഇതാണ് വിക്ഷേപണ വാഹനം. ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 വിക്ഷേപിച്ചത് 2025 നവംബർ 2. ഈ മിഷൻ ഡയറക്ടറായിട്ടിരുന്നത് വിക്ടർ ജോസഫ്. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള പക്ഷി ശാസ്ത്രജ്ഞനായ സലിം അലിയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. സലിം അലിയുടെ ബർത്ത്ഡേ ആയിട്ടുള്ള നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. അതുപോലെ തന്നെ ലോക ന്യൂമോണിയ ദിനവും അന്ന് തന്നെയാണ്. ന്യൂമോണിയ ദിനം. ഇപ്പം നവംബർ 12 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് വരുന്നുണ്ട്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. സലിം അലിയുടെ ബർത്ത്ഡേ ആണ് നവംബർ 12. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു. അതോടൊപ്പം തന്നെ ലോക ന്യൂമോണിയ ദിനവും നവംബർ 12. അടുത്ത ക്വസ്റ്റ്യൻ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാൻ റസൂൽ പൂക്കുട്ടി, ഓസ്കാർ ജേതാവായിട്ടുള്ള റസൂൽ പൂക്കുട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ജ്യോതി പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള പുരസ്കാരം പ്രഖ്യാപിച്ചു. അതിൽ കേരള ജ്യോതി പുരസ്കാരമാണ് ആർക്ക് കിട്ടിയത്? ഡോക്ടർ M.R. രാഘവ വാര്യർക്ക് കിട്ടിയത് കേരള ജ്യോതി പുരസ്കാരം. അതുപോലെ തന്നെ കേരള പ്രഭ പുരസ്കാരമുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. കേരള പ്രഭ പുരസ്കാരം കിട്ടിയത് PB അനീഷ്, രാജശ്രീ വാര്യർ. കേരള പുരസ്കാരം പ്രഖ്യാപിച്ചു. കേരള ജ്യോതി പുരസ്കാരം ഡോക്ടർ M.R. രാഘവ വാര്യർ. കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? 2 പേർക്ക് ലഭിച്ചു. PB അനീഷിനും രാജശ്രീ വാര്യർക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 2025 എഴുത്തച്ഛൻ പുരസ്കാരം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മാസത്തെ കറണ്ട് അഫെയർ ആണിത്. എഴുത്തച്ഛൻ പുരസ്കാരം 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് ആർക്ക് കിട്ടിയത്? KG ശങ്കരപ്പിള്ളയ്ക്ക് 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള സാഹിത്യത്തിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാലും എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 2025 ജേതാവ് ആരാണ്? KG ശങ്കരപ്പിള്ളയ്ക്ക് 2002 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ്. KG ശങ്കരപ്പിള്ള ഇദ്ദേഹത്തിന് 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിക്കുന്നത്. 32ാമത് 2024 ലഭിച്ചതാരാണ്? NS മാധവൻ. അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. 32ാമത് പുരസ്കാരം കിട്ടിയത് NS മാധവൻ. 33ാമത് KG ശങ്കരപ്പിള്ള. റീസെൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എഴുത്തച്ഛൻ പുരസ്കാരം 2025 KG ശങ്കരപ്പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിന്റെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക് മെഡൽ കിട്ടിയത് ആർക്കാണ്? മാനുവൽ ഫെഡറിക്. ഇദ്ദേഹം നവംബറിൽ അന്തരിച്ചു. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കേരളത്തിന്റെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവാണ് മാനുവൽ ഫെഡറിക്. ഇദ്ദേഹം ഹോക്കി താരം. 1972 മ്യൂണിക് ഒളിമ്പിക്സ്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ടീമിലെ ഗോൾ കീപ്പർ ആയിരുന്നു മാനുവൽ ഫെഡറിക്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിന്റെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവ് ആരാണ്? മാനുവൽ ഫെഡറിക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യ മുക്ത
മുക്ത സംസ്ഥാനം, ഇന്ത്യയിലെ തന്നെ ആദ്യ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം ഏതാണ്? കേരളം. കേരള പിറവി ദിനം അല്ലെ, 2025 നവംബർ 1 നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമാകുന്നത് കേരളമാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യ മുക്ത ജില്ല കണ്ണൂരാണ്. കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യ മുക്ത ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? കണ്ണൂർ. അതുകൂടെ എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വൻകിട സർവേ കപ്പൽ, ഇന്ത്യ ആഭ്യന്തരമായി ഡിസൈൻ ചെയ്ത വൻകിട സർവേ കപ്പൽ ഏതാണ്? ഇക്ഷക്. ഇക്ഷക്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ബുക്കർ പ്രൈസ് നേടിയ ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരൻ. 2025 ബുക്കർ പ്രൈസ് നേടിയ ഹംഗേറിയൻ എഴുത്തുകാരൻ ആരാണ്? ഡേവിഡ് സലോ. ഡേവിഡ് സലോയ്ക്കാണ് 2025 ബുക്കർ പ്രൈസ് കിട്ടിയത്. ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോവലാണ് ഫ്ലഷ്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. 2025 ബുക്കർ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? ഡേവിഡ് സലോ. ഇദ്ദേഹത്തിന്റെ നോവലാണ് ഫ്ലഷ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 നവംബറിൽ ശ്രീലങ്കയിൽ വൻ നാശം വിതച്ച ചുഴലിക്കാറ്റ്. 2025 നവംബറിൽ ശ്രീലങ്കയിൽ വൻ നാശം, ശ്രീലങ്കയിലാണ്, അതുകൂടെ ഓർക്കണം, ശ്രീലങ്കയിൽ വൻ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ഡിറ്റുവ. ഡിറ്റുവ ചുഴലിക്കാറ്റിന് പേരിട്ട രാജ്യമാണ് യമൻ. അതുപോലെ തന്നെ ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം സാഗർ ബന്ധു. അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. 2025 നവംബറിൽ ഡിറ്റുവ വീശിയത് എവിടെയാണ്? ശ്രീലങ്കയിലാണ് വൻ നാശനഷ്ടം വിതച്ചത്. ഡിറ്റുവ എന്ന പേരിട്ട രാജ്യം യമൻ. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് സൂര്യകാന്ത്. പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഇദ്ദേഹം 53ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. BR ഗവായി സ്ഥാനമൊഴിച്ചതിനെ തുടർന്ന് 53ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് കയറിയത് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ഇമ്പോർട്ടൻ്റ് ആണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നവംബർ 26. നവംബർ 26 പ്രത്യേകത എന്താണ്? ഇന്ത്യൻ ഭരണഘടനാ ദിനം. ഇന്ത്യൻ ഭരണഘടനാ ദിനമാണ് നവംബർ 26. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നവംബർ 26 നമ്മൾ ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു. ഡേറ്റ് മറക്കരുത്, നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ ദിനം. അതുപോലെ തന്നെ നവംബർ 26 ദേശീയ ക്ഷീരദിനവും അന്ന് തന്നെയാണ്. ക്ഷീരദിനം ധവള വിപ്ലവത്തിന്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യന്റെ ബർത്ത്ഡേ ആണ് നവംബർ 26. അന്ന് നമ്മൾ ദേശീയ ക്ഷീരദിനമായിട്ടും ആചരിക്കുന്നു. അപ്പോൾ ഭരണഘടനാ ദിനം നവംബർ 26, അതുപോലെ ദേശീയ ക്ഷീരദിനം ചോദിച്ചാലും നവംബർ 26. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ബാങ്ക് പ്രസിഡന്റ്. കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? പി മോഹനൻ. കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആണ് പി മോഹനൻ. വൈസ് പ്രസിഡന്റ് TV രാജേഷാണ്. അപ്പൊ കേരള ബാങ്കിന്റെ പ്രസിഡന്റ് പി മോഹനൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട SIR-ന്റെ ചുരുക്കെഴുത്തിന്റെ പൂർണ്ണ രൂപം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. SIR എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വോട്ടർ ലിസ്റ്റിൽ അർഹതപ്പെട്ടവരെ കയറ്റാനും അതുപോലെ അനർഹരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒഴിവാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് SIR. SIR-ന്റെ പൂർണ്ണ രൂപം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. SIR വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട SIR എന്ന ചുരുക്കെഴുത്തിന്റെ പൂർണ്ണ രൂപം എന്താണ്? സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, നവംബർ 21 അതും ഒരു ദിനമാണ്. നവംബർ 21 എന്താണ്? ലോക ടെലിവിഷൻ ദിനം, അതുപോലെ തന്നെ ലോക മത്സ്യബന്ധന ദിനം. രണ്ട് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആണ്. നവംബർ 21 എന്താണ്? ലോക ടെലിവിഷൻ ദിനവും ലോക മത്സ്യബന്ധന ദിനവും. നവംബർ 12 നമ്മൾ പറഞ്ഞായിരുന്നു. നവംബർ 12ന്റെ പ്രത്യേകത എന്താ? പക്ഷി നിരീക്ഷണ ദിനം അല്ലെ. സലിം അലിയുടെ ബർത്ത്ഡേ ആയിട്ടുള്ള നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ്. ലോക ന്യൂമോണിയ ദിനമാണ്. അതുപോലെ തന്നെ നവംബർ 26 എന്താ പറഞ്ഞത്? ദേശീയ ഭരണഘടനാ ദിനം, ദേശീയ ക്ഷീരദിനം. അതുപോലെ നവംബർ 21 ലോക ടെലിവിഷൻ ദിനവും വരുന്നുണ്ട്, ലോക മത്സ്യബന്ധന ദിനവും വരുന്നുണ്ട്. നവംബർ 20 അന്താരാഷ്ട്ര ശിശുദിനം. അന്താരാഷ്ട്ര ശിശുദിനം എന്നാണ്? നവംബർ 20 അന്താരാഷ്ട്ര ശിശുദിനമാണ് നവംബർ 20. 1959
കുട്ടികൾക്കുള്ള അവകാശ ഉടമ്പടിയുടെ ഭാഗമായിട്ട് UN അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ട് നവംബർ 20 അന്താരാഷ്ട്ര ശിശുദിനമായിട്ട് ആചരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 2025 നാവിക ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. 2025 നേവി ഡേ എന്നാണ്? ഡിസംബർ 4 നാവിക ദിനം. അതിന്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന എവിടെ വെച്ചിട്ടാണ്? തിരുവനന്തപുരമാണ് വേദി, തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 നവംബറിൽ ഫിഫ റാങ്കിങ് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം, ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 142. 1-ാം സ്ഥാനം സ്പെയിനും 2-ാം സ്ഥാനം അർജന്റീനയും. 1-ാം സ്ഥാനം സ്പെയിൻ, 2-ാം സ്ഥാനം അർജന്റീന. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 142. അടുത്ത ക്വസ്റ്റ്യൻ, ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി. നമുക്കറിയാം, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും സ്ത്രീകൾക്കൊക്കെ അവർക്കെതിരായിട്ട് ഒരുപാട് ആക്രമണങ്ങളൊക്കെ നേരിടുന്ന നമ്മൾ എന്നും കാണുന്നതാണ്. അപ്പം അതിനെതിരായിട്ട് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത. ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത. അടുത്ത ക്വസ്റ്റ്യൻ, ദുബായ് എയർ ഷോയിൽ തകർന്നു വീണ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം. ഈയിടയ്ക്ക് ദുബായ് എയർ ഷോയിൽ തകർന്നു വീണു. അതിന്റെ പേരാണ് തേജസ്. ഇത് പറത്തിയ പൈലറ്റാണ് നമാൻ സ്യാലാണ് പൈലറ്റ്. അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് അക്കാഡമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രം ഏതാണ്? ഭ്രമയുഗമാണ്. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് അക്കാഡമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രമാണ് ഭ്രമയുഗം. അടുത്ത ക്വസ്റ്റ്യൻ, വനിതാ പ്രീമിയർ ലീഗ് താരലീലത്തിൽ 1 കോടിക്ക് മുകളിൽ ലഭിക്കുന്ന ആദ്യ മലയാളി. 1 കോടിക്ക് മുകളിൽ ലഭിക്കുന്ന ആദ്യ മലയാളി ആരാണ്? ആശാ ശോഭന. വനിതാ പ്രീമിയർ ലീഗ് താരലേലത്തിൽ 1 കോടിക്ക് മുകളിൽ ലഭിക്കുന്ന ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചാൽ ആശാ ശോഭന. അടുത്ത ക്വസ്റ്റ്യൻ, 29ാമത് കേരള സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത്. കേരള സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാ? മലപ്പുറം ജില്ലയിലെ തിരൂറാണ്. കേരള സ്പെഷ്യൽ സ്കൂൾ കലോത്സവമാണ് പറഞ്ഞത്, തിരൂറാണ് വേദിയാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് പരിശീലക അല്ലു അർഹ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് പരിശീലകയാണ് അല്ലു അർഹ. അടുത്ത ക്വസ്റ്റ്യൻ, 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ 2025 ഡിസംബറിൽ ഇന്ത്യയിലെത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് 2025 ഡിസംബറിൽ ഇന്ത്യയിലെത്തുന്ന റഷ്യൻ പ്രസിഡന്റ് ആണ് വ്ളാഡിമിർ പുടിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ. ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ ആരാണ്? പോർച്ചുഗലാണ്. അടുത്തത് 2025 UN റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ജക്കാർത്തയാണ്. ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ജക്കാർത്തയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം. അടുത്ത ക്വസ്റ്റ്യൻ, ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളമാണ് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്. ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം ഏതാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കലാസൃഷ്ടികളുടെ മ്യൂസിയം നിലവിൽ വരുന്നത്. അപ്പൊ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കലാസൃഷ്ടിയുടെ മ്യൂസിയം വരുന്നത് യാക്കരയിലാണ്. ഓർത്തു വയ്ക്കുക, യാക്കര എവിടെയാണ്? പാലക്കാട്. അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥയാണ് രേഖകൾ. അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? രേഖകൾ. അപ്പൊ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കലാസൃഷ്ടികളുടെ മ്യൂസിയം നിലവിൽ വരുന്നത് പാലക്കാട് യാക്കരയാണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് രേഖകൾ. അടുത്തിടെ ബഹുഭാരിത്വം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? അസമാണ്. അടുത്തിടെ ബഹുഭാരിത്വം നിയമസഭയിൽ ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ച സ്റ്റേറ്റ് ഏതാണ്? അസം.
ഇന്ത്യയുടെ 27ാമത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ. ഇന്ത്യയുടെ 27ാമത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഇഷ ശർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത്. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റിയുടെ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? സുനിൽ പലിവാൾ. സുനിൽ പലിവാൾ. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യ ജെൻസി പോസ്റ്റ് ഓഫീസ് അല്ലെ, ജെൻസി പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ച എവിടെയാണ്? ഡൽഹി IIT. രാജ്യത്തിലെ തന്നെ ആദ്യ ജെൻസി പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് IIT ഡൽഹിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങളിൽ തൊഴിൽ പരിശീലനം കൂടി നൽകുന്ന പദ്ധതി. പാഠപുസ്തകങ്ങളിൽ തൊഴിൽ പരിശീലനം അല്ലെ, തൊഴിൽ പരിശീലനം കൂടി നൽകുന്ന പദ്ധതിയാണ് എന്ത്? ക്രിയേറ്റീവ് കോർണർ. അപ്പൊ ക്രിയേറ്റീവ് കോർണർ എന്ന് പറയുന്ന പദ്ധതി പാഠപുസ്തകങ്ങളിൽ തൊഴിൽ പരിശീലനം കൂടെ ഉൾപ്പെടുത്തുന്ന പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ. അടുത്തത് 2025 നവംബറിൽ ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാൻ വാണിജ്യ വ്യവസായ മന്ത്രി. അഫ്ഗാനിസ്ഥാന്റെ വാണിജ്യ വ്യവസായ മന്ത്രിയാണ് അൽ ഹാജ് നുറുദ്ദീൻ അസീസി. അൽ ഹാജ് നുറുദ്ദീൻ അസീസി. അടുത്ത ക്വസ്റ്റ്യൻ, 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസരഹിത പ്രവേശനം അവസാനിപ്പിച്ച രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസരഹിത പ്രവേശനം അവസാനിപ്പിച്ച രാജ്യം ഏതാണ്? ഇറാനാണ്. ഇറാനാണ് വിസരഹിത പ്രവേശനം അവസാനിപ്പിച്ച രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, തുടർച്ചയായ 2ാം തവണയും വനിതാ കബഡി ലോകകപ്പ് അല്ലെ, വനിതാ കബഡി ലോകകപ്പ് 2ാം തവണയും കിട്ടിയത് ഇന്ത്യക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലോബൽ പീസ് ഓണർ പുരസ്കാരം നേടിയത് നിത അംബാനി. ഗ്ലോബൽ പീസ് ഓണർ പുരസ്കാരം നേടിയത് നിത അംബാനി. 1200 വർഷത്തിനു ശേഷം പൊട്ടിത്തെറിച്ച് ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വതം അല്ലെ, ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഹെയ്ലി ഗബ്ബി 1200 വർഷങ്ങൾക്ക് ശേഷമാണ് അത് പൊട്ടിത്തെറിക്കുന്നത്. സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? എത്യോപ്യ. എത്യോപ്യയിലാണ് ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 നവംബറിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ്. ഇന്ത്യൻ താരം ആരാണ്? ലക്ഷ്യ സെൻ. ഇമ്പോർട്ടന്റ് ആണ്. 2025 നവംബറിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ലഭിച്ച ഇന്ത്യൻ താരമാണ് ലക്ഷ്യ സെൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 20ാമത് G20 ഉച്ചകോടി നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ടാണ് 20ാമത് G20 ഉച്ചകോടി നടക്കുന്നത്. അടുത്തത് COP31 വേദിയാകുന്ന രാജ്യം. UN കാലാവസ്ഥാ ഉച്ചകോടിയാണ് COP. COP31 വേദിയാകുന്ന രാജ്യം ഏതാണ്? തുർക്കി. അപ്പൊ COP30ക്ക് രാജ്യമായ വേദിയായത് എവിടെയായിരുന്നു? ബെലേം, ബ്രസീലിലായിരുന്നു. ബ്രസീലിൽ വെച്ചിട്ടായിരുന്നു COP30 നടന്നത്. UN കാലാവസ്ഥാ ഉച്ചകോടി COP30 നടന്നത് ബ്രസീലിലെ ബെലേമിൽ വെച്ചിട്ടായിരുന്നു. അതുപോലെ തന്നെ COP31 വേദിയാകുന്ന രാജ്യം തുർക്കിയാണ്. ഓർത്തു വയ്ക്കുക, COP31 വേദിയാകുന്ന രാജ്യം തുർക്കി. അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന തൊഴിലന്വേഷകരായ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെ, യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഇത് പ്രജ്വല. പ്രജ്വല പദ്ധതികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന യങ്ങായിട്ടുള്ളവർക്ക്, തൊഴിലന്വേഷകരായ യുവജനങ്ങൾക്കായി കേരള സർക്കാർ ആരംഭിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് പ്രജ്വല. അടുത്ത ക്വസ്റ്റ്യൻ, 58ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ ഉദ്ഘാടന ചിത്രം. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അല്ലെ, 58ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ ഉദ്ഘാടന ചിത്രം ഏതാ? ദ ബ്ലൂ ട്രെയിൻ. ദ ബ്ലൂ ട്രെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ എത്രാമത്തെ ജന്മദിനാഘോഷമാണ് 2025 നവംബർ 19 നടന്നത്? അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ബർത്ത്ഡേ നവംബർ 19 ദേശീയ സദ്ഗ്രന്ഥ ദിനമാണ് നമ്മൾ ആചരിക്കുന്നത്. 108ാമത് ബർത്ത്ഡേ ആണ് 2025 നവംബർ 19 ആഘോഷിച്ചത്. നവംബർ 19 സദ്ഗ്രന്ഥ ദിനം. ഇന്ദിരാഗാന്ധിയുടെ ബർത്ത്ഡേ ആണ് നവംബർ 19. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ എത്രാമത് ജന്മദിനാഘോഷമാണ് 2025 നവംബർ 19 നടന്നത്? 108ാമത്.
അടുത്ത ക്വസ്റ്റ്യൻ, 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ആണ് നടക്കുന്നത്. ഇടം നേടിയ പുതിയ കായിക ഇനം ഏതാണ്? ക്രിക്കറ്റ് അല്ലെ. 2028 ലോസ് ഏഞ്ചൽസിലാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. ഇടം നേടിയ പുതിയ കായിക ഇനമാണ് ക്രിക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 നവംബറിൽ ബംഗ്ലാദേശ് കോടതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. നമ്മൾ കണ്ടത് അവിടെ യുവജന പ്രക്ഷോഭം അടിച്ചമർത്തി എന്നതിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അവിടുത്തെ മുൻ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. അടുത്ത ക്വസ്റ്റ്യൻ, യുണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതയാണ്. യുണിസെഫിന്റെ ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് നിയമിത ആയതാരാണ്? കീർത്തി സുരേഷ് ആണ്. കീർത്തി സുരേഷ് ആണ് യുണിസെഫിന്റെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയിട്ട് നിയമിതയായത്. കീർത്തി സുരേഷ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 നവംബറിൽ മാർബർഗ് രോഗവ്യാപനം സ്ഥിരീകരിച്ച, മാർബർഗ് എന്ന് പറയുന്ന രോഗവ്യാപനം സ്ഥിരീകരിച്ച കിഴക്കേ ആഫ്രിക്കൻ രാജ്യമാണ് എത്യോപ്യ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 നവംബറിൽ സർക്കാരിനെതിരെ യുവജന പ്രക്ഷോഭം നടന്ന രാജ്യം, ജൻസി കലാപം 2025 നടന്ന രാജ്യം എവിടെയാണ്? മെക്സിക്കോയിലാണ് നടന്നത്. മെക്സിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരിൽ ആദ്യമായി H5N5 പക്ഷിപ്പനി അല്ലെ, പക്ഷിപ്പനി H5N5 എന്ന് പറയുന്ന പക്ഷിപ്പനി സ്ഥിരീകരിച്ച രാജ്യമാണ്, അമേരിക്കൻ സംസ്ഥാനമാണ് വാഷിങ്ടൺ. മനുഷ്യനിൽ ആദ്യമായിട്ട് വന്നത് സ്ഥിരീകരിച്ചത് അമേരിക്കയിലെ വാഷിങ്ടണിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി അവാർഡ് 2025 ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി അവാർഡ് കിട്ടിയത് മട്ടന്നൂർ ശങ്കരൻ കുട്ടി. ഇദ്ദേഹം ചെണ്ട കലാകാരനാണ്. മട്ടന്നൂർ ശങ്കരൻ കുട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം, ഇന്ത്യയിലെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ്? കർണാടകയിലാണ്, മൈസൂരാണ് നിലവിൽ വരുന്നത്. 100% അർബുദ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ, 100% ക്യാൻസർ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ. കോട്ടയ്ക്കലിലാണ് ഇന്ത്യയിലെ ആദ്യ 100% അർബുദ സാക്ഷരത നഗരസഭയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കോട്ടയ്ക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നടന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണ്? മലപ്പുറം. കേരള സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് മലപ്പുറമാണ്. അടുത്തത്, ഇന്തോനേഷ്യയുടെ ദേശീയ നായകനായി പ്രഖ്യാപിച്ചത്. ഇന്തോനേഷ്യയുടെ ദേശീയ നായകനായി പ്രഖ്യാപിച്ചത് ആരെയാണ്? സുഹാർത്തോയാണ് ഇന്തോനേഷ്യയുടെ ദേശീയ നായകനായി പ്രഖ്യാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ബുക്കർ പ്രൈസ് നേടിയ ഹംഗേറിയൻ എഴുത്തുകാരൻ ആരാണ്? ഡേവിഡ് സലോ. ഡേവിഡ് സലോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവലാണ് ഫ്ലഷ്. അടുത്തത്, ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ ഫ്രീ ആയിട്ടുള്ള യാത്ര അല്ലെ, സൗജന്യ യാത്ര, ക്യാൻസർ പേഷ്യൻസിന് ഫ്രീ ആയിട്ടുള്ള KSRTCയിൽ ഫ്രീ യാത്ര നടത്തുന്ന പദ്ധതിയാണ് ഹാപ്പി ലോങ് ലൈഫ്. ഹാപ്പി ലോങ് ലൈഫ്. ഇപ്പൊ ഈ ക്ലാസ്സിൽ കുറച്ച് പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിയാണ് ഹാപ്പി ലോങ് ലൈഫ്. അടുത്തത്, 2025 ഡെയ്റ്റൺ സാഹിത്യ സമാധാന പുരസ്കാര ജേതാവ് സൽമാൻ റുഷ്ദിക്കാണ്. 2025 ഡെയ്റ്റൺ സാഹിത്യ സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സൽമാൻ റുഷ്ദി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ആദ്യ ഡോഗ് ഷെൽട്ടർ ആരംഭിച്ച എവിടെയാണ്? കൊല്ലത്ത്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ആദ്യ ഡോഗ് ഷെൽട്ടർ നിലവിൽ വരുന്നത് കൊല്ലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, പുരോഗമന കലാസാഹിത്യ സംഘം പുകസ, പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖനാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രസിഡന്റ്. ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം, ഹങ്കർ ഇൻഡെക്സ് ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 102. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സാമൂഹ്യ മാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഡെൻമാർക്കാണ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമ ഉപയോഗമൊക്കെ വിലക്കിയ രാജ്യമാണ് ഡെൻമാർക്ക്. അടുത്തത്, 93ാമത് വ്യോമസേനാ ദിനാഘോഷത്തിന്റെ വേദി. 93ാമത് വ്യോമസേനാ ദിനാഘോഷത്തിന്റെ വേദി എവിടെയാ? ഗുവാഹത്തിയിലാണ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സൺ അല്ലെ, മൈക്കിൾ ജാക്സന്റെ
ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന ഫിലിമാണ് മൈക്കിൾ. മൈക്കിൾ ജാക്സന്റെ ഫിലിം ജീവിതം പ്രമേയമായിട്ട് പുറത്തിറങ്ങുന്ന ഫിലിമാണ് മൈക്കിൾ. പ്രിയംവദ ജയകുമാർ രചിച്ച ഡോക്ടർ MS സ്വാമിനാഥന്റെ ജീവചരിത്ര ഗ്രന്ഥം അല്ലെ, ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ടുള്ള ഡോക്ടർ MS സ്വാമിനാഥന്റെ ജീവചരിത്ര ഗ്രന്ഥം ആരാ രചിച്ചത്? പ്രിയംവദ ജയകുമാർ. ദ മാൻ ഹൂ ഹെഡ് ഇന്ത്യ. അപ്പൊ ദ മാൻ ഹൂ ഹെഡ് ഇന്ത്യ ആരുടെ ജീവചരിത്രമാണ്? MS സ്വാമിനാഥൻ. അത് എഴുതിയതാരാണ്? പ്രിയംവദ ജയകുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി 2026 അടുത്ത വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിന് +1 +2 വിദ്യാർത്ഥിനികൾക്ക് ആരംഭിക്കുന്ന വാക്സിനേഷൻ, ഗർഭാശയ ക്യാൻസർ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് +1 +2 കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ആണ് HPV വാക്സിനേഷൻ. HPV വാക്സിനേഷൻ എന്താണ്? സംസ്ഥാനത്ത് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ആണ് HPV വാക്സിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിന്റെ മുഖ്യ കോച്ച് അല്ലെ മുഖ്യ പരിശീലകൻ ആരാണ്? M ഷഫീഖ് ഹസൻ. സന്തോഷ് ട്രോഫി ഫുട്ബോളിന് കേരള ടീമിന്റെ മുഖ്യ പരിശീലകനാണ് M ഷഫീഖ് ഹസൻ. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയതാരാണ്? ഇന്ത്യയാണ്. ഓർത്തു വയ്ക്കുക, 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയായിരുന്നു റണ്ണറപ്പായിട്ട് വന്നത്. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യയാണ്, റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്ക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലന്വേഷകരായ യുവജനങ്ങൾക്കായി കേരള സർക്കാർ ആരംഭിച്ച കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി നേരത്തെ പറഞ്ഞതാണ് പ്രജ്വല. 58ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം ദ ബ്ലൂ ട്രെയിൻ. സ്ത്രീകൾക്ക് ഹെർ പ്രീമിയം സേവിംഗ് അക്കൗണ്ട് അവതരിപ്പിച്ച ബാങ്ക് അല്ലെ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഹെർ എന്ന് പറയുന്ന പ്രീമിയം സേവിംഗ് അക്കൗണ്ട് അവതരിപ്പിച്ച ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. നവംബർ 29 പലസ്തീൻ ഐക്യദാർഢ്യ ദിനമാണ്. നവംബർ 29 പലസ്തീൻ ഐക്യദാർഢ്യ ദിനമാണ് നവംബർ 29. അതുപോലെ തന്നെ MD വാസുദേവൻ നായർ പുരസ്കാര ജേതാവ്. MD വാസുദേവൻ നായർ പുരസ്കാരം കിട്ടിയതാർക്കാണ്? ജോർജ് ഓണക്കൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യമാണ് കുറാസോ. കുറാസോ എന്ന് പറയുന്ന ഒരു കരീബിയൻ ദ്വീപാണ്. 1.5 ലക്ഷം മാത്രമേ അവിടെ ജനസംഖ്യയുള്ളൂ. അപ്പൊ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യമാണ് കുറാസോ. അതുപോലെ തന്നെ MD വാസുദേവൻ നായർ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ജോർജ് ഓണക്കൂർ. നവംബർ 29 പ്രത്യേകത എന്താണ്? പലസ്തീൻ ഐക്യദാർഢ്യ ദിനമാണ്. അതുപോലെ ഇന്റർനാഷണൽ ജാഗർ ഡേയും നവംബർ 29 ഇന്റർനാഷണൽ ജാഗർ ഡേ. അടുത്ത ക്വസ്റ്റ്യൻ, ബീഹാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി. ബീഹാറിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന ആരാണ്? നിതീഷ് കുമാർ. ഇപ്പോഴത്തെ ബീഹാർ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. നിതീഷ് കുമാർ ഇദ്ദേഹം 10ാം തവണയാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രിയാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മധ്യപ്രദേശിൽ നിന്നുള്ള ഏത് വസ്തുവിനാണ് 2025 നവംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ചത്? പന്ന വജ്രം. പന്ന എന്ന് പറയുന്ന വജ്രത്തിനാണ് ഭൗമസൂചിക പദവി ലഭിച്ചത്. അടുത്തത്, ആരുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് പോസ്റ്റൽ വകുപ്പ് സ്റ്റാമ്പും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ 100 രൂപ നാണയവും പുറത്തിറക്കിയത്? സത്യസായി ഭാവയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് 100 രൂപ നാണയം കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ പോസ്റ്റൽ വകുപ്പ് സ്റ്റാമ്പും പുറത്തിറക്കി സത്യസായി ഭാവയുടെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ബെൽജിയവും നെതർലൻഡും. 2026 വനിതാ പുരുഷ ഹോക്കി ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ബെൽജിയം, നെതർലൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പത്മശ്രീ അവാർഡ് ജേതാവും പരിസ്ഥിതി പ്രവർത്തകയുമായ വ്യക്തി. അവരുടെ പേരാണ് സാലുമരദ തിമ്മക്ക. സാലുമരദ തിമ്മക്ക ഈയിടയ്ക്ക് അന്തരിച്ചു. മരങ്ങളുടെ അമ്മ അല്ലെങ്കിൽ ആൽമരങ്ങളുടെ അമ്മ എന്നൊക്കെയാണ് അവരറിയപ്പെടുന്നത്. പത്മശ്രീ അവാർഡ് ജേതാവായിരുന്നു അവര്.
പരിസ്ഥിതി പ്രവർത്തകയായിരുന്നു, ഈയിടയ്ക്ക് അന്തരിച്ചു. സാലു മരദ തിമ്മക്ക പരിസ്ഥിതി പ്രവർത്തകയാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത നവംബർ 15 ബിർസ മുണ്ട ജയന്തിയായിട്ട് ആഘോഷിക്കുന്നു. നവംബർ 15 എന്താണ്? ബിർസ മുണ്ട ജയന്തി. അതുപോലെ തന്നെ നവംബർ 14 പ്രമേഹ ദിനമാണ്. നവംബർ 14 എന്താണ്? ശിശുദിനം. അന്താരാഷ്ട്ര ശിശുദിനം ചോദിച്ചാൽ നവംബർ 20. അതുപോലെ നവംബർ 14 പ്രമേഹ ദിനം. അതുപോലെ തന്നെ ശിശുദിനം ചോദിച്ചാൽ നവംബർ 14. പക്ഷെ അന്താരാഷ്ട്ര ശിശുദിനം ചോദിച്ചാൽ നവംബർ 20. വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിച്ച സ്റ്റേറ്റ്. വനിതാ ജീവനക്കാർക്ക് മാസത്തിൽ ഒരു ദിവസം ആർത്തവ അവധി ആരംഭിച്ച സ്റ്റേറ്റ് ഏതാണ്? കർണാടകയാണ്. അടുത്തത് ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റംസാർ സൈറ്റിൽ ഇന്ത്യയിൽ നിന്നും പുതിയതായിട്ട് ചേർക്കപ്പെട്ടത് എവിടെയാണ്? ഗോഗാബീൽ തടാകമാണ്. ഗോഗാബീൽ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിലാണ്. ഗോഗാബീൽ തടാകം ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതോടെ 94 തണ്ണീർത്തടങ്ങളാണ് ഇന്ത്യയിൽ നിന്നും റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടത്. 94 തണ്ണീർത്തടങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയായിരുന്നു റണ്ണറപ്പ്. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്. 56ാമത് IFFI ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ നമ്മൾ ഉദ്ഘാടന ചിത്രം നേരത്തെ പറഞ്ഞായിരുന്നു, ബ്ലൂ ട്രെയിൽ. അതുപോലെ മികച്ച ചിത്രം അല്ലെ, എവിടെ വെച്ച് ഇത് നടന്നത്? ഗോവയിലാണ് വേദി. ഗോവയിൽ വെച്ചിട്ടാണ് നടന്നത്. മികച്ച ചിത്രത്തിന് കിട്ടുന്ന അവാർഡാണ് സുവർണ മയൂരം. മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം ലഭിച്ചത് സ്കിൻ ഓഫ് യൂത്ത് എന്ന ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം ലഭിച്ചത്. അതുപോലെ മികച്ച സംവിധായകന് രജത മയൂരമാണ് കൊടുക്കുന്നത്. മികച്ച ചിത്രത്തിനാണ് സുവർണ മയൂരം. മികച്ച സംവിധായകനും മികച്ച നടനും കിട്ടുന്നത് രജത മയൂരമാണ്. മികച്ച സംവിധായകൻ ആരാണ്? സന്തോഷ് ദവാക്കർ. അതുപോലെ തന്നെ മികച്ച നടൻ ഉബൈമർ റിയോസ് ആണ് മികച്ച നടൻ. മികച്ച നടി ആരാണ്? ജാറ സോഫിജ ഓസ്റ്റാൻ. അപ്പൊ 56ാമത് IFFI ഗോവയിൽ വെച്ചിട്ട് നടന്നു. അതിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം കിട്ടിയത് സ്കിൻ ഓഫ് യൂത്ത്. അതുപോലെ തന്നെ മികച്ച സംവിധായകനുള്ള രജത മയൂരം ലഭിച്ചത് സന്തോഷ് ദവാക്കർ. മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉബൈമർ മിയോസ്. മികച്ച നടി ജാറ സോഫിജ ഓസ്റ്റൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മികച്ച നവാഗത ഇന്ത്യൻ സംവിധായകനുള്ള പുരസ്കാരം. ഇന്ത്യൻ സംവിധായകനുള്ള പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? കരൺ സിംഗ് ത്യാഗിക്കാണ് മികച്ച നവാഗത ഇന്ത്യൻ സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. കരൺ സിംഗ് ത്യാഗി. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്രീരാമ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് ഗോവയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്രീരാമ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് ഗോവയിൽ. അടുത്തിടെ ബ്രസീൽ അംഗീകാരം നൽകിയ ലോകത്തിലെ ആദ്യ ഒറ്റ ഡോസ് ഡെങ്കി വാക്സിൻ. ബ്രസീൽ അംഗീകാരം നൽകിയ ലോകത്തിലെ ആദ്യ ഒറ്റ ഡോസ് ഡെങ്കി വാക്സിനാണ് ബുട്ടാൻടാൻ DV 2026. അടുത്തത് ജനുവരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ടൂറിസം കോൺഗ്രസ് വേദി 2026 ബുട്ടാൻടാൻ TV. അടുത്തിടെ ബ്രസീൽ അംഗീകാരം നൽകിയ ലോകത്തിലെ ആദ്യ ഒറ്റ ഡോസ് ഡെങ്കി വാക്സിൻ ബുട്ടാൻടാൻ DV ആണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, 2026 ജനുവരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ടൂറിസം കോൺഗ്രസ് വേദി. 2026 ജനുവരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ടൂറിസം കോൺഗ്രസ് വേദി എവിടെയാണ്? നിലമ്പൂരാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കർണൂലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പഞ്ചായത്ത് ഏതാ? ഇടുക്കി ജില്ലയിലെ കുമളിയാണ്. ഏറ്റവും വലിയ വാർഡ് ചോദിച്ചാൽ മുല്ലപ്പെരിയാറാണ്. ഏറ്റവും വലിയ വാർഡ് ഏതാ? മുല്ലപ്പെരിയാർ. ഏറ്റവും വലിയ പഞ്ചായത്ത് ചോദിച്ചാൽ ഇടുക്കി. അടുത്ത ക്വസ്റ്റ്യൻ, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2025 ഭാഗ്യചിഹ്നം. വേദി ചോദിക്കുവാണെങ്കിൽ രാജസ്ഥാനാണ്. ഖേലോ ഇന്ത്യ
യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി ചോദിച്ചാൽ രാജസ്ഥാൻ. ഭാഗ്യചിഹ്നം ചോദിച്ചാൽ ഖമ്മ ഖണി. ഒട്ടകങ്ങളാണ്, ഒട്ടകം. ഭാഗ്യചിഹ്നം ചോദിച്ചാൽ ഖമ്മയും ഖണിയുമാണ്, വേദി ചോദിച്ചാൽ രാജസ്ഥാൻ. അടുത്തിടെ പുകയില നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം മാലിദ്വീപ്. അടുത്തിടെ പുകയില നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് മാലിദ്വീപ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഛത്തീസ്ഗഡിലാണ്. നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം എവിടെയാണ് വരുന്നത്? ഛത്തീസ്ഗഡ്. അടുത്തത് സൈബർ സാമ്പത്തിക കുറ്റവാളികളെ കുരുക്കാൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ പോലീസ് പരിശോധന. സൈബർ സാമ്പത്തിക കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തിൽ വ്യാപകമായിട്ട് ആര് നടത്തിയതാ? പോലീസ് നടത്തിയ പരിശോധനയാണ് പോലീസ് പരിശോധന. സൈബർ സാമ്പത്തിക കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സൈ ഹണ്ട്. ഓപ്പറേഷൻ സൈ ഹണ്ട്. ഇപ്പം ഇന്ന് പഠിപ്പിച്ചത് നവംബർ മാസത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.